ഹലോ, അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീന് അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്ന റെസിപ്പീസാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ആക്കുന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് നമ്മളതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞ് പിന്നെന്താ മസാലയൊക്കെ പരട്ടിയിട്ട് പൊരിക്കുന്ന സമയത്ത് അത് ചുരുണ്ട് പോവും. അങ്ങനെയല്ലേ ഉണ്ടാവാറ്. പക്ഷേ ഇത് നമ്മൾ ചുണ്ടൊന്നും പോവാതെ നല്ല നിവർന്ന് തന്നെ കിട്ടുന്ന മസാലയുടെയൊക്കെ ടേസ്റ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഫ്രൈ ചെയ്തിരിക്കുന്നത്. എന്താണേലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ ട്ടോ. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. പാർട്ടിയിലായാലും നമ്മുടെ വീട്ടിലോട്ടുള്ള ആവശ്യത്തിനായാലും എങ്ങനെയാണേലും പൊളിയാണ് ട്ടോ. അപ്പോൾ അതേ ചെമ്മീൻ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെമ്മീൻ വാങ്ങിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ അവർ കട്ട് ചെയ്ത് തരും ട്ടോ. അവരെ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവരിങ്ങനെ ചെയ്ത് തരും. അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആഴത്തില് കീറി കൊടുക്കണം. കാരണം കറക്റ്റായിട്ട് അങ്ങനെ നമുക്ക് പരന്ന ആ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. എന്നാലേ നമ്മളാ ചുരുണ്ടു പോകാതെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയും വേണം. ഞാൻ ഈ ഒരു റെസിപ്പി കണ്ടത് ഐഷാസ് കിച്ചണിലാണ് ട്ടോ. നമ്മള് റീൽസൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ഐഷാസ് കിച്ചണില് അവര് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് അവര് മസാല ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാന് ഒന്നും കൂടെ ഒന്ന് വ്യത്യസ്തപ്പെടുത്തിയിട്ട് കുറച്ചധികം മസാലകളൊക്കെ ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നോർമലി വീട്ടിലുള്ള നമുക്ക് ചെയ്യാം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ചെയ്യാം. അതല്ല ഓപ്ഷണലായിട്ട് 1, 2 ഇൻഗ്രീഡിയൻസ് 1, 2 അല്ല കുറച്ചധികം ഇൻഗ്രീഡിയൻസ് തന്നെ ഞാൻ അധികം എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണേലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ട്ടോ. അപ്പം നമ്മള് മുളക് പൊടി എടുക്കുന്ന സമയത്ത് നമ്മുടെ എരിവിനനുസരിച്ച് കാശ്മീരിയും അതുപോലെ തന്നെ സാദാ മുളക് പൊടിയും ഇഷ്ടമുള്ളതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ചിലപ്പം ഒരുപാട് എരിവ് ആവശ്യമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് കാശ്മീരി മുളക് പൊടി മാത്രം എടുത്താൽ മതി. ഞാനിത് രണ്ടും എടുക്കുന്നുണ്ട് ട്ടോ. പിന്നെ അതിനകത്തോട്ട് എരിവിന് ഞാൻ അത്യാവശ്യം സ്പൈസി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നല്ല സ്പൈസി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും. പിന്നെ നല്ലതുപോലെ അത്യാവശ്യം നമ്മൾ സ്പൈസി ആയിട്ട് എടുത്താൽ മാത്രമേ ഇതിനകത്തോട്ട് എരിവും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കിട്ടുള്ളൂ. ഒരു നോർമലായിട്ടുള്ള എരിവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇറച്ചിയുടെ അകത്തോട്ട് അതായത് ഇതിന്റെ ആ ഒരു മീനിന്റെ അകത്തോട്ട് പിടിക്കുന്ന സമയത്ത് അത്രത്തോളം എന്താ പറയുക എരിവൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഒന്ന് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അപ്പം ഇറച്ചിയിലൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് എരിവ് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് ഒനിയന്റെ പൗഡറും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പൗഡറും രണ്ടും ചേർക്കുന്നുണ്ട്. പിന്നെ അത് പേസ്റ്റ് വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ഓപ്ഷണൽ ആണ് ട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുന്നോണ്ട് നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ട്ടോ. അപ്പം ഈ ഒരു ഒനിയൻ പൗഡർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഒരു വെല്ലുള്ളിയുടെ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് പപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട്. ഇപ്പൊ പപ്രിക്ക പൗഡറും ഒനിയൻ പൗഡറും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് വെല്ലുള്ളി പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. സോറി നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം പൊടികളില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ട്ടോ. പിന്നെ ദേ ഞാനിവിടെ പപ്രിക്ക പൗഡറും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പൗഡറും ഒനിയന്റെ പൗഡറും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ പിന്നെ ഞാൻ ഇതിനകത്ത് അരയ്ക്കുന്ന സമയത്താണ് ട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സ്പൈസി തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് പറയാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, വെളുത്തുള്ളിപ്പൊടി, പിന്നെ ഒനിയൻ പൗഡർ, അതുപോലെ തന്നെ ഇനി സോസിലോട്ട് വരികയാണെങ്കിൽ ഗ്രീൻ ചില്ലി സോസ്, അതുപോലെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും കൂടെ അതായത് റെഡ് ചില്ലി ഗാർലിക്കും കൂടി ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള സോസ് ഉണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. ഒരു പുളിപ്പും ഒരു ഇത്തിരി മധുരവും കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഗ്രീൻ ചില്ലിയുടെ സോസും ഇത്ര സോസ് ഐറ്റംസിൽ പിന്നെ സോയാ സോസും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സോയാ സോസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ടെസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ സോയാ സോസ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ അത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇതിന് പച്ച കളർ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളി മാത്രമല്ല, ഞാൻ അതിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു പച്ച കളർ വന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും എന്താ പച്ച കളർ എന്ന് ചിന്തിക്കേണ്ട.
ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തപ്പോഴാണ് ഓർത്തത് കുറച്ച് കളറിന്റെ ആ ഒരു കുറച്ച് കളർ ഉണ്ടെങ്കിലാണ് കുറച്ച് ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് മാത്രം ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണൽ ആണ് കേട്ടോ, കളർ ചേർത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഫുഡ് കളർ. അപ്പം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒട്ടും നിർബന്ധമില്ല കേട്ടോ ഫുഡ് കളർ. അപ്പോൾ ഇത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് ആക്കിയെടുക്കുമ്പം നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള മിക്സിങ് കറക്റ്റ് ആവും തോന്നില്ല. അപ്പോൾ എന്നാണേലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം ഈ ഒരു മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ എന്നാൽ ഒരുപാട് അങ്ങ് ലൂസും അല്ലാതെ നല്ലതായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അതായത് എന്താ പറയാ, നമുക്ക് ഈ ഒരു മസാല നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ മീനിൽ അത് നന്നായിട്ട് പിടിച്ച് നിൽക്കില്ല. പിന്നെ മീൻ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നിച്ച് കുഴച്ചെടുത്ത് അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ചിക്കനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അതുപോലെയല്ല, നമ്മൾ ഓരോ ചെമ്മീനും എടുത്ത് അതിനകത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഒരു മസാലയുടെ ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ്റെ ടേസ്റ്റ് എല്ലാം ഇരിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ 2 മണിക്കൂർ മുമ്പെങ്കിലും ഇത് പുരട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അതാണ് ഒന്നും കൂടെ നല്ലത്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഏത് വീഡിയോസ് കണ്ടാലും അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെയാണ് കേട്ടോ ഞാൻ ഫുഡ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒന്ന് നമ്മളൊന്ന് നമ്മുടേതായ രീതിയിലും കൂടെ ഒന്ന് നോക്കിയിട്ടാണ് ചെയ്തെടുക്കാറ്. അപ്പം അതാവുമ്പോൾ ഒന്നും കൂടെ എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് തോന്നും. അല്ലെങ്കിൽ സെയിം ഇതിൽ തന്നെ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യസ്തപ്പെടുത്തിയിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല ഫുള്ളായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒന്ന് ഞാനിവിടെ ചെമ്മീനൊക്കെ നേരത്തെ തന്നെ കഴുകി ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഒന്നെങ്കിലും നമുക്ക് ഡ്രെയിനറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ പോയി നല്ല രീതിയിൽ നിൽക്കും. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മസാല കറക്റ്റായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ അത് ഓരോരോ മീൻ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അത്യാവശ്യം സമയം വേണം കേട്ടോ, ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ ഇതിനകത്ത് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രോസസ്സും വിട്ടു പോകാതെ സാവധാനം നമുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്നവർക്ക് എപ്പോഴും വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ അതേ നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഒന്നിച്ചിട്ട് കുഴച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഷെല്ലുള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് മസാല എവിടെയും പിടിച്ച് നിൽക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അകത്ത് മാത്രം തേച്ച് കൊടുക്കുന്നത്. അകത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക, പുറത്തൊരു കുറച്ച് മാത്രം തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിലോട്ട് മാറ്റി പിറ്റേ ദിവസം രാവിലെ ഒന്ന് എടുത്ത് വെച്ചാണ് കേട്ടോ. മുമ്പേ നമ്മൾ എടുത്ത് വെക്കണം, കുറച്ച് അതറിയാമല്ലോ ഐസായിരിക്കും. അപ്പോൾ ഇത് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിനകത്തോട്ട് വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് എണ്ണ വേണ്ട. നമ്മൾ ഒരുപാട് മുക്കി അങ്ങനെ പൊരിച്ചല്ല എടുക്കുന്നത്. ഇത് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. ആ ഒരു ഇറച്ചിയുള്ള ഭാഗം ഫസ്റ്റ് കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗം തന്നെ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ നന്നായിട്ട് കുക്കായിട്ട് വരും. എന്നിട്ട് അത് സമയം കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട ശേഷം അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം അതൊന്ന് കുക്കായിട്ട് വരും. അതിനുശേഷം നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും കോരിയിട്ട് പാത്രത്തിലോട്ട് ഇടുന്നതൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. പക്ഷേ ഇതെനിക്ക് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നല്ലൊരു റെസിപ്പി ആയതുകൊണ്ട് മാത്രം ഞാനിത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഫ്താറിൻ്റെ അന്ന് രാവിലെ ആണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയമില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇതെനിക്ക് പ്ലേറ്റ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റാതിരുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.